my channel Faint Maths Classes. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th chapter triangles exercise 7.1 question number 3 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ചെയ്യണം. ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Third question എന്താണ് പറഞ്ഞിരിക്കുന്നത്? AD and BC are equal perpendiculars to a line segment AB അല്ലെ. AB എന്ന് പറയുന്ന ഈ ഒരു ലൈൻ സെഗ്മെന്റിന് ഈക്വൽ പെർപെൻഡിക്കുലർസ് ആണ്. ആരൊക്കെ എന്ന് പറയുന്നത്? BCയും DAയും അല്ലെ, ADയും. ഓക്കെ, ഈക്വൽ പെർപെൻഡിക്കുലർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വലുമാണ്. കണ്ടോ, ഈ സൈഡിന് ഈക്വൽ ആണ് ഈ സൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെർപെൻഡിക്കുലർസ് ആണ്. പെർപെൻഡിക്കുലർസ് മീൻസ് എത്ര ഡിഗ്രി ആണ്? 90 ഡിഗ്രി അല്ലെ. അപ്പൊ അതാണ് ഇങ്ങനെ ഫിഗറിനകത്ത് കൊടുത്തിരിക്കുന്നത്. 90 ഡിഗ്രി ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ്? 90 ഡിഗ്രിയുമാണ്, പിന്നെ എന്തുമാണ്? ഈക്വലുമാണ്. നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? CD ബൈസെക്ട്സ് AB. അതായത് ഈ CD എന്ന് പറയുന്ന ഈ ലൈൻ എന്തിന് ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഈ ABക്ക് ബൈസെക്ട്, ABനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അതായത് കണ്ടോ, ഈ CD എന്ന് പറയുന്ന ഈ ലൈൻ ABനെ ബൈസെക്ട് ചെയ്ത് കാണിക്കുന്നു എന്ന് വേണം നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട്. ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു എന്ന്. അതായത് ഈ ഒരു ലൈൻ വന്ന് ഇങ്ങനെ ഇതിനെ ബൈസെക്ട് ചെയ്തപ്പോൾ ഇതിപ്പം ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ഒരു 3 ആണ്. മൊത്തത്തില് ഈ ഒരു ലൈൻ, അതായത് AB എന്ന് പറയുന്ന ലൈൻ മൊത്തത്തിൽ ഒരു 6 സെന്റിമീറ്റർ ആണെന്ന് വെച്ചോ. ഓക്കെ, അന്നേരം CD എന്ന് പറയുന്ന ലൈൻ ഇതിനെ ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? ഇതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് മൊത്തത്തിലുള്ള 6 സെന്റിമീറ്ററിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഈ ഒരു പോർഷൻ ഇത്രയും 3 സെന്റിമീറ്റർ, അതേപോലെ മുകളിലോട്ടുള്ള ഈ ഒരു പോർഷൻ ഇത്രയും 3 സെന്റിമീറ്റർ ആയിട്ട് മാറും. കണ്ടോ, ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. അത് മീൻസ്, അതായത് ഓക്കെ, നടുക്ക് ഇവിടെ O ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്? AO ഇസ് ഈക്വൽ ടു BO എന്ന് വേണം നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കാനായിട്ട്. കണ്ടോ, അതായത് രണ്ടിനെയും ഇതേപോലെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അതാണ് നമ്മളോട് ഈ CD ബൈസെക്ട്സ് AB എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ മീനിങ്. ഓക്കെ, കണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതായത് ഫുള്ള് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന് ഒരു ലൈൻ വന്ന് ബൈസെക്ട് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് മാറേണ്ട, രണ്ടിടവും 3 ആയിട്ട് മാറും. ഇങ്ങനെ വരുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അതാണ് നമ്മളുടെ ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ മെഷർമെന്റ് ഇട്ട് കാണിച്ചത് കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്? ടു പ്രൂവ് CD ബൈസെക്ട്സ് AB. അതായത് എന്താണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? AO ഇസ് ഈക്വൽ ടു BO എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലെ. ഇതും ഇതും ഈക്വൽ ആണെന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? അത് നമുക്ക് പ്രൂഫ് കൊടുക്കാം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഇത് രണ്ടും 2 ട്രയാങ്കിൾസ് ആയിട്ട് മാറുകയല്ലേ ചെയ്തത്. നോക്കിക്കേ, ഇവിടെ 2 ട്രയാങ്കിൾസ് വരുന്നില്ലേ. ആദ്യത്തെ ട്രയാങ്കിൾ ഏതാണ്? BOC. അപ്പൊ നമുക്ക് എഴുതാം ഇൻ ട്രയാങ്കിൾ BOC ആൻഡ് അടുത്ത ട്രയാങ്കിൾ ഏതാണ്? നോക്കിക്കേ, AOD. അപ്പൊ നമുക്ക് എഴുതാം AOD. ഓക്കെ, ഈ 2 ട്രയാങ്കിൾസിലും കൂടി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇവിടെ ആംഗിൾ B എത്ര ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്? 90 ഡിഗ്രി. മറ്റേ ട്രയാങ്കിളിന്റെ ആംഗിൾ A എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 90 ഡിഗ്രി. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ B is equal to ആംഗിൾ A both 90 ഡിഗ്രി. അതുകൊണ്ടാണ് നമ്മൾ അത് രണ്ടും ഈക്വൽ ആണെന്ന് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ? അടുത്ത എന്താണ്? നമ്മുടെ ഈ 2 ട്രയാങ്കിൾസും കൂടി നോക്കിക്കഴിഞ്ഞാലേ ഇവിടുത്തെ ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് പറഞ്ഞൂടെ? എന്തുകൊണ്ടാണ് അവർ ഈക്വൽ ആയത്? ഇവിടെ ഈ ലൈനും കൂടി തമ്മിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പോഴ് ഇവിടെ ഉള്ള ഈ 2 ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. റീസൺ എന്താണ്? ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലെ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ഈക്വൽ ഇൻ
measure. So നമുക്ക് എങ്ങനെ എഴുതാം? Angle BOC is equal to angle AOD. Reason എന്താണ്? Vertically opposite angles. Vertically opposite angles. Okay. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ വേറൊരു സൈഡ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ബി സിയും എ ഡിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? സോ നമുക്ക് എഴുതാം ബി സി ഇസ് ഈക്വൽ ടു എ ഡി. കണ്ടല്ലോ, ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമായതുകൊണ്ട് റീസൺ നമുക്ക് എന്ത് കൊടുക്കാം? ഗിവൺ അല്ലെ? പറഞ്ഞിട്ടുണ്ട് എ ഡി ആൻഡ് ബി സി ആർ ഈക്വൽ. കണ്ടോ, ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ബി സി ഇസ് ഈക്വൽ ടു എ ഡി എന്ന് നമ്മൾ എഴുതിയത്. ഓക്കെ, ഇനി ഈ രണ്ട് ട്രയാങ്കിൾസും ഇനി നമുക്ക് കോൺഗ്രുവന്റ് ആണെന്ന് പറയാമല്ലോ. ഏത് റൂള് വെച്ചിട്ട്? ഞാൻ നോക്കിക്കേ, ഇതൊരു ആംഗിൾ ആണ് ഈക്വൽ എന്ന് പറഞ്ഞത്, അടുത്തത് ഒരു ആംഗിൾ ആണ് ഈക്വൽ എന്ന് പറഞ്ഞത്, അടുത്തത് എന്താണ്? ഒരു സൈഡ്. അപ്പൊ ദേ ഇവിടെ നോക്കിയേ, ഇവിടെ ഏത് കോൺഗ്രുവൻസി റൂൾ ആണ് വന്നത്? AAS അല്ലെ? ആംഗിൾ സൈഡ് കോൺഗ്രുവൻസി റൂൾ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റൂൾ വെച്ച് നമുക്ക് പറഞ്ഞൂടെ ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണെന്ന്? കോൺഗ്രുവന്റ് ആണെന്ന് നമുക്ക് പറയാം അല്ലെ? സോ നമുക്ക് എഴുതാം നമുക്ക് എന്ത് എഴുതാം? ട്രയാങ്കിൾ BOC congruent to triangle AOD. എന്താണ്? ഏത് വെച്ചിട്ടാണ് നമ്മൾ കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞത്? ബൈ AAS കോൺഗ്രുവൻസി റൂൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ, ഈ AO is equal to BO എന്ന് നമുക്ക് പറഞ്ഞൂടെ? ഏത് റൂൾ വെച്ചിട്ട്? CPCT റൂൾ വെച്ചിട്ട്. നമ്മൾ CPCT റൂളിൽ പഠിച്ചിട്ടുണ്ട്, രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ബാലൻസ് ഉള്ള കറസ്പോണ്ടിങ് പാർട്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ബാലൻസ് ഉള്ള സൈഡ് ഏതൊക്കെയാണ്? AOയും BOയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എഴുതാം AO is equal to BO. എന്ത് വെച്ചിട്ട്? CPCT റൂൾ വെച്ചിട്ട്. CPCT റൂൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാലോ? രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെങ്കിൽ മാത്രം. സോ നമ്മളിവിടെ പ്രൂവ് ചെയ്തു രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണെന്ന്. അതിനനുസരിച്ച് നമുക്ക് പറയാം ബാക്കിയുള്ള, അതായത് ബാക്കിയുള്ള എല്ലാ കറസ്പോണ്ടിങ്ങും പാർട്സും അപ്പൊ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ AO is equal to BO എന്ന് നമുക്ക് പറഞ്ഞൂടെ? ഓക്കെ, അതാണ് ഇങ്ങനെ ഇവിടെ എടുത്ത് എഴുതി വെച്ചത്. AO is equal to BO എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? CD bisects AB എന്ന് അല്ലെ? നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞു തന്നു CD bisects AB എന്ന് വെച്ചാൽ എന്താ അതിന്റെ മീനിങ്? ഈ സൈഡിനെയും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം അല്ലെ? ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും എന്താണ്? ഈക്വൽ ആണ് എന്നാണ് അർത്ഥം. അപ്പൊ AO is equal to BO എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞൂടെ? Therefore, it means that എന്താണ് അത് മീൻ ചെയ്യുന്നത്? CD bisects AB. കണ്ടോ? AO is equal to BO എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഈ CD എന്ന് പറയുന്ന ലൈൻ ഇതിനെ ബൈസെക്ട് ചെയ്യുന്നു, ABനെ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് അതിന്റെ മീനിങ്. ബൈസെക്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ ഈ AO എന്തിന് ഈക്വൽ ആയിട്ട് മാറിയത്? BOയ്ക്ക് ഈക്വൽ ആയിട്ട് മാറിയത്. ക്ലിയർ? അപ്പൊ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്തു? ആ രണ്ട് ട്രയാങ്കിൾസും എടുത്തു, അതിലുള്ളത് ആരൊക്കെയാണ് ഈക്വൽ എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി AAS കോൺഗ്രുവൻസി റൂൾ വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ നമുക്ക് ഈസി അല്ലേ? അപ്പൊ നമ്മൾ CPCT റൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? AO is equal to BO ആണെന്ന്. ഓക്കെ, ക്ലിയർ? അങ്ങനെ ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? CD bisects AB എന്ന് പറയാം.
മനസ്സിലായല്ലോ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെൽ ഐക്കണും ഇനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ സ്റ്റുഡൻസ്.